ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി രുചിയിൽ എങ്ങനെയാണ് മത്തി പൊരിക്കുന്നത് എന്ന് കാണിക്കാനാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ നല്ല ദുണ്ടുമണി പോലുള്ള 10 മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 500 ഗ്രാം വരും കേട്ടോ. നല്ല മത്തിയാണ്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു നാരങ്ങയുടെ പകുതി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം ഈ നാരങ്ങ നീര് ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് ചേർത്തിട്ട് വേണം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ടുള്ളത്. അമ്മിമ്മയൊക്കെ അരച്ചെടുക്കണമെങ്കിൽ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മീനിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മീനുമേ തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ ഉൾവശത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ മീൻ നല്ല മൊരിഞ്ഞതായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോഴല്ല ചേർക്കുന്നത്, നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോഴാണ്. അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ അതെന്താണെന്ന്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇനിയിപ്പോൾ 1 മണിക്കൂർ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒക്കെ വെക്കണം കേട്ടോ. എന്നാലേ മസാല നന്നായിട്ട് മീനുമ്മ പിടിക്കുക. അപ്പോൾ ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അപ്പോൾ അരിപ്പൊടിയാണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മീൻ മൊരിഞ്ഞു വരും. പിന്നെ കോൺഫ്ലോർ വെച്ചിട്ട് മീൻ പൊരിക്കാറുണ്ട് കേട്ടോ, പക്ഷെ അത് അത്രക്ക് അങ്ങോട്ട് മൊരിഞ്ഞു വരാറില്ല. അപ്പോൾ ഇനി മീൻ പൊരിക്കുമ്പോൾ എല്ലാവരും അരിപ്പൊടി ചേർത്തിട്ടൊന്ന് പൊരിച്ച് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മീനൊക്കെ പൊരിക്കാനായിട്ട് പറ്റും. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം മീൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം ഓയിലൊന്നും വേണ്ടി വന്നിട്ടില്ല ഇത് ഫ്രൈ ചെയ്യാൻ. പിന്നെ നമ്മൾ മത്തിയൊക്കെ പൊരിക്കുമ്പോൾ കുറച്ച് കുരുമുളകൊക്കെ അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മത്തി പൊരിച്ചതിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ മല്ലിയിലയും കറിവേപ്പിൻ്റെലൊക്കെ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ ഇനി മീനൊക്കെ പൊരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതുപോലെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം മീനിൻ്റെ ഒരു വശമൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ മീനിലോട്ട് ഇറങ്ങിക്കോളും. പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒത്തിരി എണ്ണ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊന്നും എണ്ണ ചേർക്കണം എന്നില്ല. പിന്നെ നമ്മൾ മീൻ പൊരിച്ചതൊക്കെ ചൂടോട് കൂടി കഴിക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.